രാധാകൃഷ്ണൻ ദേവസ്വം മന്ത്രിയായപ്പോൾ അദ്ദേഹം ശബരിമലയിൽ പോയി വിഗ്രഹത്തിന് മുന്നിൽ മിഥുന സിനിമയിൽ ഇന്നസെന്റ് നിൽക്കും പോലെ നിന്ന് നമ്മൾ കണ്ടതാണ്. അതിനുശേഷമുള്ള വി എൻ വാസവൻ എന്താ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. നേരത്തെ ജി സുധാകരൻ ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകളൊക്കെ നടത്തേണ്ട സ്വാഗതാർഹമാണ്. അദ്ദേഹം ദേവസ്വം മന്ത്രിയായ സമയത്ത് അദ്ദേഹം ചെയ്തത് നമ്മൾ കണ്ടതാണ്. തന്ത്രിമാരുടെ അടിവസ്ത്രം നിറയാൻ പോയ ആളാണ്. ഇത്തരത്തിൽ നിരീശ്വരവാദികളായ ആളുകളെ ദേവസ്വം വകുപ്പിന്റെ ചുമതല ഏൽപ്പിക്കും. എന്തുകൊണ്ട്? അത് ഒരു ഞാൻ മനസ്സിലാക്കുന്ന പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ഒരു 2.5 വർഷക്കാലം കടന്നപ്പള്ളി രാമചന്ദ്രൻ ദേവസ്വം വകുപ്പ് മന്ത്രി, അദ്ദേഹം വിശ്വാസിയാണ്. അത്തരത്തിൽ എന്തിനാണ് ഇത് ദേവസ്വം ബോർഡ് കേരളത്തിലെ നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ, ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുടെ കീഴിൽ വരുന്ന ദേവസ്വം ബോർഡുകളെ നിയന്ത്രിക്കുന്നത് ഒരു അവിശ്വാസിയായ ആളെ എന്തിനെ ഏൽപ്പിക്കുന്നതെന്നൊരു ചോദ്യം ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്തിനാ അതിന്റെ ആവശ്യം? കാരണം CPM-ന് വിശ്വാസമില്ലെങ്കിൽ വിശ്വാസികളായ മന്ത്രിമാർ അവരുണ്ട്, ഘടകകക്ഷികളുടെ മന്ത്രിമാരുണ്ട്, അവരാരെങ്കിലും ഏൽപ്പിച്ചാൽ പോരെ. ഇത് കൊള്ള നടത്താൻ, കാരണം ഇത് വലിയൊരു കൊള്ളയ്ക്കുള്ള ആസൂത്രണം CPM-ന്റെ. പലപ്പോഴും ആരും ചോദ്യം ചെയ്യുന്നില്ല. നടവരവ്, ക്ഷേത്രത്തിലെ നടവരവ് എത്രയാണെന്ന് ആർക്കും അറിയില്ല, ദൈവത്തിന് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. അതുപോലെ അമ്പലങ്ങളിൽ കിട്ടുന്ന സ്വർണം, വെള്ളി തുടങ്ങിയ ഉരുപ്പടികളുടെ കണക്ക് കൃത്യമായി ആർക്കും അറിയില്ല. ഇത് കൊടുക്കുന്നവനും ദൈവത്തിനും മാത്രമേ അറിയൂ, പിന്നെ ഈ കക്കുന്നവനും വേറെ ആർക്കും അറിയില്ല. ഇതെല്ലാം വലിയ തരത്തിലുള്ള കൊള്ളയടിക്കാണ്. കഴിഞ്ഞ 10 വർഷക്കാലം CPM-ന് ദേവസ്വം ബോർഡ് ഒരു പൊന്മുട്ടയിടുന്ന താറാവനോ.